കഴിഞ്ഞ എപ്പിസോഡിൽ കാരിയും മൊലക്കുമായിട്ടുള്ള ഫൈറ്റ് നമ്മൾ കണ്ടതാണ്. അതിനെ തുടർന്ന് കാരിയെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്ന ലൂക്കസിനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തുടങ്ങുന്നത്. കാരിയെ കുറച്ചു പേർ ചേർന്ന് ആക്രമിച്ചതാണ് എന്ന് ഹോസ്പിറ്റലിൽ കളവ് പറഞ്ഞ് കാരിയെ ചികിത്സയിലേക്ക് കയറ്റി ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ് ലൂക്കസ്. അപ്പോഴാണ് ഗോർഡൻ അങ്ങോട്ടേക്ക് വന്ന് എന്റെ കാരിക്ക് എന്താ സംഭവിച്ചത്, നിങ്ങളും അവളും തമ്മിൽ എന്താണ് ബന്ധം, താൻ വന്ന അന്ന് തൊട്ടാ കാരിയുടെ സ്വഭാവം മാറിയത് എന്ന് പറഞ്ഞ് ഗോർഡൻ ലൂക്കസിനോട് ചൂടാവുന്നു. ആ സമയം ഡോക്ടർ അങ്ങോട്ടേക്ക് വന്ന് കാരിയെ കൃത്യസമയത്ത് എത്തിച്ചത് നന്നായി എന്നും കുറച്ചു ദിവസം കാരിക്ക് റെസ്റ്റ് വേണം എന്നും പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്നും പോകുന്നു. കാരി രക്ഷപ്പെട്ടെന്ന് അറിഞ്ഞ് ലൂക്കസും അവിടെ നിന്നും പോകുന്നു. ആ സീൻ കട്ട് ചെയ്ത് ഷുഗറും ജോബും ചേർന്ന് ഒലക്കിന്റെ ബോഡി അവിടെ നിന്നും നീക്കം ചെയ്യാൻ പോകുന്നതാണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരും നീക്കം ചെയ്ത് ബാറിലേക്ക് വരുമ്പോൾ ലൂക്കസ് അവിടെ ഇരിക്കുന്നത് കാണുന്നു. നീ എടുക്കാനുള്ളതെല്ലാം എടുത്തല്ലോ, നമ്മളിപ്പോ ഇവിടുന്ന് ഇറങ്ങിയേ പറ്റൂ എന്ന് ജോബ് പറയുന്നത് കേട്ട് ഞാൻ ആരയ്ക്ക് വാക്ക് കൊടുത്തതാ അവളെയും അവളുടെ കുടുംബത്തെയും രക്ഷിക്കാമെന്ന്, അതുകൊണ്ട് ഞാൻ എങ്ങോട്ടേക്കുമില്ല, ഓടി അത്രയും എനിക്ക് മതിയായി എന്ന് ലൂക്കസ് പറയുന്നു. അപ്പോ നീ എന്ത് ചെയ്യാൻ പോകുക എന്ന് ഷുഗർ ചോദിക്കുമ്പോൾ ഞാൻ റാബിറ്റിനെ കൊല്ലാൻ ഇറങ്ങുവാണ് എന്ന് ലൂക്കസ് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അവിടുന്ന് കട്ട് ചെയ്ത് കാരിയുടെയും കാരിയുടെ മക്കളുടെയും ലൂക്കസിന്റെയും ഫോട്ടോ നോക്കുന്ന റാബിറ്റ് തന്റെ ഗ്യാങ്ങിലുള്ള എല്ലാവരോടും നമ്മളിപ്പോ ബാൻഷിലേക്ക് പോകണം എന്ന് പറഞ്ഞ് അവിടെ നിന്നും അവർ ഇറങ്ങുന്നു. ഇതേ സമയം ചികിത്സയിലായിരുന്ന കാരി ഞെട്ടി എഴുന്നേൽക്കുകയാണ്. തന്റെ കയ്യിൽ കിട്ടിയേക്കുന്ന ട്രിപ്പുകളും എല്ലാം വലിച്ചു പൊട്ടിച്ച് നമുക്ക് എത്രയും വേഗം ഇവിടെ നിന്ന് പോകണം ഗോർഡൻ എന്ന് പറയുമ്പോൾ നിനക്കിപ്പോ റെസ്റ്റ് ആണ് വേണ്ടത് കാരി എന്ന് ഗോർഡൻ കാരിയെ സമാധാനിപ്പിക്കാൻ നോക്കുമ്പോൾ കുട്ടികളും നമ്മളും എത്രയും പെട്ടെന്ന് ബാൻഷി വിടണം എന്ന് കാരി തറപ്പിച്ച് ഗോർഡനോട് പറയുമ്പോൾ ഗോർഡൻ കാരിയെ അവിടെ നിന്നും ഹോസ്പിറ്റൽ ഡ്രസ്സിൽ തന്നെ കൊണ്ടുപോകുന്നു. അവിടുന്ന് അവർ പോകുമ്പോൾ ദേവ വീട്ടിലുണ്ടെന്നും മാക്സ് സ്കൂളിലാണെന്നും ഗോർഡൻ പറയുന്നു. വീട്ടിലെത്തുന്ന ഗോർഡൻ ദേവയെ വിളിക്കാൻ പോകുമ്പോൾ കാരി മാക്സിനെ വിളിക്കാൻ അവിടെ നിന്നും കാറെടുത്ത് സ്കൂളിലേക്ക് പോകുന്നു. അങ്ങനെ സ്കൂളിലെത്തുന്ന കാരി ഉണങ്ങാത്ത തന്റെ മുറിവുമായി അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലാൻ നോക്കുമ്പോൾ അവിടെ കുഴഞ്ഞു വീഴുന്നു. ആ സീൻ കട്ട് ചെയ്ത് പ്രോക്ടറെയാണ് കാണിക്കുന്നത്. റബേക്കയ്ക്ക് ഒരു സ്യൂട്ട് നൽകി ഇന്നു മുതൽ എന്റെ കൂടെ ബിസിനസ് മീറ്റിങ്ങുകൾക്ക് നീ വരണം, എനിക്ക് വിശ്വസിക്കാൻ പറ്റിയ ആരുമില്ല ഇവിടെ, ഇനി മുതൽ നീ ഉണ്ടല്ലോ എന്ന് പ്രോക്ടർ റബേക്കയോട് പറയുന്നു. അടുത്ത സീനിൽ സ്കൂളിലെ മെഡിക്കൽ റൂമിൽ നിന്നും കണ്ണു തുറക്കുന്ന കാരി ഉടനെ അവിടെ നിന്നും ഇറങ്ങി മാക്സിന്റെ ക്ലാസ്സിലേക്ക് വേഗത്തിൽ നീങ്ങുന്നു. അവിടെ എത്തുന്ന കാരി കുഞ്ഞുങ്ങളെയെല്ലാം ക്ലാസ്സിൽ കാണാത്തതിനെ തുടർന്ന് ക്ലാസ്സിലെ ജനൽ വഴി താഴേക്ക് നോക്കുമ്പോൾ താഴെ മാക്സ് ഇരുന്ന് കളിക്കുന്നത് കാണുന്നു. ആ സമയം കാരിയുടെ അടുത്തേക്ക് മാക്സിന്റെ ക്ലാസ് ടീച്ചർ വന്ന് എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോഴാണ് കാരി മാക്സിന്റെ അടുത്തേക്ക് റാബിറ്റ് വരുന്നത് കണ്ട് താഴെ മാക്സിന്റെ അടുത്തേക്ക് കുതിക്കുന്നത്. എന്നാൽ കാരി അവിടെ എത്തുമ്പോഴേക്കും റാബിറ്റ് മാക്സിനെ തട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു. ആ സീൻ അവിടെ കട്ട് ചെയ്ത് വിവരമറിഞ്ഞ് കാരിയെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഷിയോബിനും ബാക്കിയുള്ള ഡെപ്യൂട്ടികളും. എന്നാൽ കാരി ഒന്നും തന്നെ വിട്ടു പറയുന്നില്ല. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ലൂക്കസ് കടന്നു വന്ന് ഷിയോബിൻ ഞാനൊന്നും ചോദിച്ചു നോക്കട്ടെ, നിങ്ങളെല്ലാം ഒന്ന് പുറത്തേക്ക് നിൽക്കാമോ? ഇത് കേട്ട് ഷിയോബിനും ബാക്കിയുള്ളവരും പുറത്തേക്ക് പോകുന്നു. അപ്പോഴാണ് കാരി എന്റെ മകനെ റാബിറ്റ് തട്ടിക്കൊണ്ടു പോയെന്നും അയാൾ അവനെ കൊല്ലുമെന്നും കാരി ലൂക്കസിനോട് പറയുമ്പോഴാണ് ഗോർഡനും ദേവയും സ്റ്റേഷനിലേക്ക് വരുന്നത്. ലൂക്കസ് കാരിയെ ചോദ്യം ചെയ്യുന്നത് കണ്ട് ഗോർഡൻ അങ്ങോട്ടേക്ക് കയറി ചെന്ന് എനിക്ക് എന്റെ ഭാര്യയോട് ഇപ്പോ തന്നെ സംസാരിക്കണം എന്ന് ലൂക്കസിനോട് ദേഷ്യപ്പെട്ട് പറയുന്നു. ലൂക്കസ് പുറത്തേക്ക് പോയതും ഗോർഡൻ ആരാ മാക്സിനെ കൊണ്ടുപോയത്? എന്റെ അച്ഛനാ. നിന്റെ അച്ഛനോ? നിന്റെ 13-ാം വയസ്സിൽ മരിച്ചെന്ന് പറഞ്ഞ അയാളോ? അതെ. രഹസ്യങ്ങൾ ഓരോന്നും പുറത്തു വരുന്നത് കണ്ട് കിളി പാറി നിൽക്കുകയാണ് ഗോർഡൻ. ആ സമയം സ്റ്റേഷനിലേക്ക് FBI ഏജന്റായ സേവിയറും മറ്റു ഓഫീസേഴ്സും വന്ന് ലൂക്കസിനോട് വിവരങ്ങൾ ചോദിക്കുന്നു. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് ആരാണെന്ന് കണ്ടുപിടിക്കുന്നതേ ഉള്ളൂ എന്ന് ലൂക്കസിന്റെ മറുപടി കേട്ട് സേവിയർ വന്ന് സ്റ്റേഷനിലുള്ള എല്ലാവരോടും ഈ നിമിഷം മുതൽ കുട്ടിയെ കിട്ടുന്നത് വരെ ഈ കേസ് FBI-യുടെ കീഴിലായിരിക്കും, നമ്മൾ പറയുന്നത് പോലെ ഓരോ കാര്യങ്ങളും ഇവിടെ ചെയ്യാവൂ എന്ന് പറയുന്നു. ഇത് എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് ബാക്കി എല്ലാവരും. അവിടുന്ന് കട്ട് ചെയ്ത് ഒരു ആളൊഴിഞ്ഞ ഫാക്ടറിയിൽ മാക്സിനെ കൊണ്ടിരുത്തിയേക്കുകയാണ് റാബിറ്റും ഗ്യാങ്ങും. അപ്പോഴാണ് മാക്സ് നിർത്താതെ ചുമക്കുന്നത് കണ്ട് മോനെ നീ ഓക്കെ അല്ലേ എന്ന് റാബിറ്റ് ചോദിച്ചുകൊണ്ട് മാക്സിന്റെ അടുത്ത് പോയിരിക്കുന്നു. മോനെ നീ എന്നെ പേടിക്കണ്ട, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല എന്ന് റാബിറ്റ് പറയുന്നുണ്ടെങ്കിലും മാക്സ് നിർത്താതെ ചുമച്ചുകൊണ്ട് എനിക്കെന്റെ നെബുലൈസർ വേണം, എന്നാലേ എനിക്ക് ശ്വാസം പിടിക്കാൻ കഴിയൂ എന്ന് തനിക്ക് ആസ്മയുണ്ടെന്ന് മാക്സ് റാബിറ്റിനോട് പറയുന്നു. താൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ എന്ന് വിചാരിച്ചിരിക്കുന്ന റാബിറ്റിനെയാണ് കാണിക്കുന്നത്.
മറുഭാഗത്ത് മാക്സിനെ കണ്ടുപിടിക്കാൻ ലൂക്കസ് പ്രോക്ടറുടെ സഹായം ചോദിക്കാൻ വേണ്ടി പ്രോക്ടറുടെ സ്ലോട്ടർ ഹൗസിലേക്ക് പോകുന്നു. അപ്പോഴാണ് പ്രോക്ടർ ലൂക്കസിനോട്, അതൊക്കെ ഇരിക്കട്ടെ, നിനക്ക് റെബേക്ക എന്ന ഒരു ആമിഷ് പെൺകുട്ടിയെ അറിയാമോ? നീ അവളുടെ കൂടെ കിടന്നുവെന്ന് ഞാൻ അറിഞ്ഞു. അതിന് തനിക്കെന്താ? അവൾ എന്റെ അനന്തരവളാണ് എന്ന് പറഞ്ഞ് പ്രോക്ടർ ലൂക്കസിനിട്ട് നല്ലത് കൊടുക്കുന്നു. ഇതിനെ തുടർന്ന് രണ്ടുപേരും അവിടെ വെച്ചൊരു ഉഗ്രൻ അടിയിലേക്ക് പോകുന്നു. രണ്ടുപേരും അവശരാകുന്നതുവരെ പരസ്പരം തല്ലുന്നു. അവസാനം ലൂക്കസ് പ്രോക്ടറോട് തന്റെ ദേഷ്യം തീർന്നു തൽക്കാലത്തേക്ക് എന്ന് പറഞ്ഞ് പ്രോക്ടർ ലൂക്കസിനോട്, ഇനി റെബേക്കയെ തൊട്ടാൽ ഞാൻ നിന്നെ അറക്കും എന്ന് പറഞ്ഞ് നിനക്ക് എന്ത് സഹായമാ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ബാൻഷിയിൽ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇപ്പോൾ താൻ എന്നെ സഹായിച്ചാൽ ഇനിയുള്ള തന്റെ ബിസിനസ് കാര്യങ്ങളിൽ ഞാൻ തന്നെ സഹായിക്കും എന്ന് ലൂക്കസ് പ്രോക്ടറോട് പറയുന്നു. അങ്ങനെ അവർ തമ്മിൽ ഒരു ധാരണയിലെത്തുന്നു. ആ സീൻ അവിടെ കട്ട് ചെയ്ത് കാരി തന്റെ വീടിന്റെ പുറകുവശത്ത് ഒഴിച്ചിട്ടിരുന്ന തോക്കുകൾ എടുക്കുന്നു. ഇത് കണ്ട് ഗോർഡൻ അങ്ങോട്ടേക്ക് വന്ന്, ഇത്രയും നാൾ ഇതൊക്കെ എന്റെ കാലിന്റെ അടിയിൽ കിടന്നിട്ട് ഞാൻ അറിഞ്ഞില്ല, ഇനി എന്തൊക്കെയാണ് ഞാൻ അറിയാനുള്ളത് എന്ന് ഗോർഡൻ ചോദിക്കുമ്പോൾ, എന്നെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇനി നീ അറിയാനുണ്ട്, പക്ഷെ ഞാൻ നിന്നെ സ്നേഹിച്ചത് സത്യമാണ് എന്ന് കാരി പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ, നിന്റെ യഥാർത്ഥ പേര് കാരി എന്നല്ലേ എന്ന് ഗോർഡൻ ചോദിച്ചത് കേട്ടിട്ടും കേൾക്കാത്ത പോലെ കാരി പോകുന്നു. ഇത് കണ്ട് ഗോർഡൻ ഒരു തേഞ്ഞ ഭാവത്തിൽ അവിടെ നിൽക്കുന്നു. പുറത്തുനിന്നും അകത്തേക്ക് കയറിയ കാരി കാണുന്നത് ഹോളിൽ ഇരിക്കുന്ന റാബിറ്റിനെയാണ്. കൂടെ ദേവയുമുണ്ട്. റാബിറ്റിനെ കണ്ടതും കാരി അയാൾക്ക് നേരെ തോക്ക് ചൂണ്ടുന്നു. കാരി തോക്ക് പിടിച്ചേക്കുന്നത് കണ്ട് പേടിച്ചിരിക്കുകയാണ് ദേവ തന്നെ നോക്കുന്നത് കണ്ട് കാരി തോക്ക് താക്കുന്നു. അപ്പോഴാണ് ഗോർഡൻ അങ്ങോട്ടേക്ക് വന്ന്, അപ്പോ നീയാണല്ലേടാ എന്റെ മോനെ കൊണ്ടുപോയത് എന്ന് പറഞ്ഞ് റാബിറ്റിനെ തോക്കിൻ മുനയിൽ നിർത്തുന്നു. എന്നാ റാബിറ്റ് അനായാസം തോക്ക് തിരിച്ച് ഗോർഡന് നേരെ നീട്ടുന്നു. നിന്റെ അമ്മായപ്പനെ എങ്ങനെയാണോ സ്വീകരിക്കുന്നത്? ഇത് കണ്ട് ദേവ അച്ഛ എന്ന് വിളിക്കുമ്പോൾ, ഇത് മോളുടെ അച്ഛനൊന്നുമല്ല എന്ന് റാബിറ്റ് പറഞ്ഞ് ഹോളിലേക്ക് വന്നിരുന്ന് ദേവയോട്, നിന്റെ അമ്മ നിന്റെ അടുത്ത് ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട് മോളെ, ഇവൻ നിന്റെ അച്ഛനല്ല എന്ന് റാബിറ്റ് പറയുമ്പോൾ വിശ്വസിക്കാൻ കഴിയാതെ ഇരിക്കുകയാണ് ദേവ. അതിനുശേഷം ദേവയോട് മാക്സിന്റെ നെബുലൈസർ എടുത്ത് നൽകാൻ റാബിറ്റ് പറയുന്നു. ഈ സമയം കാരി റാബിറ്റിന്റെ അടുത്ത്, അച്ഛ എന്റെ മകനെ വെറുതെ വിട്ടേക്ക്. ഇത് കേൾക്കുന്ന റാബിറ്റ്, നീ ഒലക്കിനെ കൊന്നു, ഇനി എന്റെ അടുത്ത് നിന്നും ഒരു ദയയും നീ പ്രതീക്ഷിക്കണ്ട എന്ന് പറഞ്ഞ് മാക്സിന്റെ നെബുലൈസറും വാങ്ങി റാബിറ്റ് പോകാൻ ഇറങ്ങുമ്പോൾ കാരി വന്ന്, ഞാൻ നിങ്ങളെ കൊന്നിരിക്കും, നീ എന്നെ അത് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു മോളെ എന്ന് പറഞ്ഞ് റാബിറ്റ് അവിടെ നിന്നും ഇറങ്ങുന്നു. റാബിറ്റ് പോയതിനു ശേഷം കിളി പാറിയിരിക്കണ ഗോർഡനെയും കാണിക്കുന്നു. ആ സീൻ കട്ട് ചെയ്ത് അലക്സ് ലോങ്ഷാഡയെ കാണിക്കുന്നു. അവിടെ പ്രോക്ടറെ കൊല്ലാൻ ഒരാളെ ഏർപ്പാടാക്കുകയാണ് അലക്സ്. പ്രോക്ടർ കിനാഹോ സൊസൈറ്റിയിൽ ഇടപെടുന്നതിന്റെ ദേഷ്യം തീർക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് അലക്സ്. ഇതെല്ലാം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും സഹോദരിയായ നോളയും അവിടെയുണ്ട്. പ്രോക്ടറുമായിട്ടുള്ള ഡീലിന് ശേഷം സ്റ്റേഷനിൽ വരുന്ന ലൂക്കസ് അവിടെ ആരെയും കാണാത്തത് കൊണ്ട് ഒരു സംശയം തോന്നി നോക്കുമ്പോഴാണ്, നീ ഇപ്പോ പോലീസ് വേഷത്തിൽ കയറിയോ അങ്ങനെ ചോദിക്കുന്ന റാബിറ്റിനെ കണ്ട് ഞെട്ടി റാബിറ്റിനു നേരെ തോക്ക് ചൂണ്ടി നിൽക്കുകയാണ് ലൂക്കസ്. എന്താ തനിക്ക് വേണ്ടത്? എനിക്ക് നീ ഒന്നും തരണ്ട, ഞാൻ എടുത്തോളാം. അവസാനമായി നിന്നെ ഒന്ന് കാണാൻ വന്നതാ. നീ തോക്ക് ചൂണ്ടുക അല്ലാതെ എന്നെ വെടിവെക്കില്ലെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് റാബിറ്റ് അവിടെ നിന്നും പോകുമ്പോൾ സ്റ്റേഷന്റെ പുറത്ത് ഗണ്ണുകൾ ലോഡ് ചെയ്യുന്ന ശബ്ദം കേട്ട് നിൽക്കുന്ന ലൂക്കസിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിയുമ്പോൾ പോലീസ് സ്റ്റേഷൻ മുഴുവൻ റാബിറ്റ് വളയുമ്പോൾ ലൂക്കസിന് രക്ഷപ്പെടാൻ സാധിക്കുമോ? കാരി പറഞ്ഞതുപോലെ റാബിറ്റിനെ കാരി കൊല്ലുമോ എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. I don't wanna say too much. I just wanna feel your touch. I wanna be closer, babe. I just wanna give you my love. I just wanna give you my love. I just wanna give you my love, my love. Ain't no doubt about it, babe. You should be mine. Through the sun and through the rain, I'll stay by your side. And when seasons change, my love will still remain. 'Cause I got you, I got you. Been down, I stay close. Storm hit, I ain't let go. You the one I don't second guess. Late calls, I be pulling up. Never could I give you up. Got it bad, I must confess. And I don't wanna say too much. I don't wanna say too. I just wanna feel your touch. I just wanna feel your touch. I just wanna give you my love. I wanna
give you my love. I just wanna give you my love, my love, my love.